ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ തീയതി വരക്കും നമ്മളുടെ ലോകത്തിൽ ചില വിചിത്രമായ കാര്യങ്ങളും ചില ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളും നടന്നുകൊണ്ട് തന്നെയാണ് ഉള്ളത്. എന്നാലും അത് മുഴുവനും കാണാൻ നമ്മൾക്ക് ഒരു ജന്മം മതിയാകുന്നതല്ല. സോ അങ്ങനെ നിങ്ങളുടെ മൊത്ത ജന്മത്തിൽ കാണേണ്ട എന്നറിയ വീഡിയോയിൽ നിന്ന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസിനെ പറ്റി ഈ വീഡിയോയിൽ കാണാം. വീഡിയോന്റെ തുടക്കം മുതൽ നിങ്ങൾക്കായി ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളെ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കാത്തതുപോലെ എൻഡിങ് വരക്കും കൊണ്ടുപോയിട്ടുണ്ട്. സോ വീഡിയോവിനെ ഏതൊരു സ്ഥലത്തും സ്കിപ്പ് ചെയ്യാതെ നോക്കൂ. എന്റർടൈൻമെന്റിന് ഞാൻ ഗ്യാരണ്ടി. മധ്യപ്രദേശത്തിൽ നടന്ന ഈ ഒരു വിഷയം ഇന്ത്യ മുഴുവനും വല്ലാതെ വൈറലായി. ഒരു റോഡ് സൈഡ് ഉണ്ടായിരുന്ന വണ്ടിയിൽ ഒരാളുടെ കൂടെ ഒരു പോലീസുകാരനും അയാളുടെ ഗണ്ണും കയ്യിൽ പിടിച്ച് മദ്യപിച്ച് എങ്ങനെ കിടക്കുന്നു എന്ന് നോക്കൂ. 2024 ബീഹാറിൽ ഒരു വിചിത്രമായ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡ് തന്റെ വൈഫിനോട് റീൽസ് ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ അയാളെ കൊന്നു. നമ്മളുടെ കയ്യിൽ ചെല്ലാൻ അടക്കാൻ പൈസ ഇല്ലാത്ത സമയത്ത് ചെല്ലാൻ അടക്കാൻ ഈ വഴി മാത്രമാണ് ഉള്ളത്. പോലീസ് എങ്ങനെ ഒരു മിനി ബാൻഡിനെ തന്നെ അറേഞ്ച് ചെയ്ത് എൻജോയ് ചെയ്യുന്നു എന്ന് നോക്കൂ. கடல்ல நண்டே எலெக்ஷன்ல ஜெயிச்சா போடுவா துண்டே மண்ணியோ இப்போ 12 இதுக்கு இல்லையா சார் ஒரு 2. ഇതാണ് അസൽ ഡിജിറ്റൽ ഇന്ത്യ എന്നതിന് ഉദാഹരണം. റെക്കോർഡ് ഡാൻസ് കാണുന്ന നേരത്തെ ഡാൻസറുടെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ഇയാളെ പോലെ ഓൺലൈനിൽ ട്രാൻസാക്ഷൻ ചെയ്തും അവരെ എൻകറേജ് ചെയ്യാൻ പറ്റും. തെലങ്കാനയിലെ റെഡ്ഡിപുരത്തിൽ ഒരു വിചിത്രമായ കേസ് പോലീസുകാരുടെ കാതുകളിൽ എത്തി. എന്താണെന്ന് വെച്ചാൽ 8 മണിക്കൂറുകളോളം ഒരു ഡെഡ് ബോഡി കുളത്തിലുണ്ടെന്ന് അത് അറിഞ്ഞതും പോലീസ് അവിടെ എത്തി. ആ ഡെഡ് ബോഡിയുടെ കൈയിനെ പിടിച്ച് വലിച്ചപ്പോൾ ആ ബോഡി അവിടെ എണീച്ചിരുന്നു. ഈ വീഡിയോവിനെ പറ്റി നമ്മൾ ഉറപ്പായും അറിഞ്ഞിരിക്കും. ഒരു സമയത്തിൽ ഈ വീഡിയോനെ പറ്റി വല്ലാതെ റൂമർസ് എല്ലാം വന്ന് കാണുന്ന എല്ലാവരും ഓരോ കഥകൾ പറയാൻ തുടങ്ങി. ശരി, അങ്ങനെ എന്താണ് ഈ വീഡിയോയിൽ ഉള്ളത് എന്ന് ഇന്റർനെറ്റിൽ ചുറ്റി തിരിഞ്ഞപ്പോൾ ഈ ഒരു വീഡിയോ എന്റെ കണ്ണിൽ കണ്ടു. ഈ വീഡിയോനെ പറ്റിയും ഇന്റർനെറ്റിൽ വല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ശരി, ഇതും കൂടെ എന്താണ് കാര്യം എന്ന് നോക്കിയാലോ. രാഷ്ട്രപതി ഭവനിൽ മോഡി ഗവൺമെന്റ് പ്ലജ് നടത്തിയ സമയത്തിൽ അവരുടെ ബാക്കിൽ ഒരു വലിയ മൃഗം ക്രോസ് ആയി. അത് കണ്ടതും അയ്യോ, അത് കാണാൻ ഒരു ചീറ്റയെ പോലുണ്ടല്ലോ, അതിന്റെ അടുക്കൽ ശ്രദ്ധിച്ചു നിൽക്കൂ എന്നൊക്കെ കഥകൾ പറഞ്ഞു തുടങ്ങി. ഇത് കണ്ടതും ഇതെന്താണ് പുതിയ തലപ്പിരാന്ത് എന്ന് കരുതിയ ഡൽഹി പോലീസ്. ഇതിനെ കണ്ട് ആരും കൺഫ്യൂസ് ആകണ്ട, അത് ഒരു വലിയ പൂജയാ, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുതെന്ന് അവർ തെളിവിച്ചു. എടോ, ആ വീഡിയോ എവിടെ? സോറി, കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സമയമായി പോയതാ. ഈ വീഡിയോ എവിടെ നിന്നാണ് വൈറലായതെന്ന് നോക്കിയപ്പോൾ അത് ഒരു പാകിസ്ഥാനി യൂട്യൂബ് ചാനലിൽ നിന്നും 2 വർഷങ്ങൾക്ക് മുമ്പ് വൈറലായ ഒരു വീഡിയോ ആണെന്നും അറിഞ്ഞു. ചാനലിന് വേണ്ടി വീഡിയോ എടുക്കാൻ ഒരു പേയിനെ നോക്കി പോയ പെൺകുട്ടിയെ കല്യാണ രൂപത്തിൽ വന്ന ഒരു പേയിനെ കണ്ട് പേടിച്ച് മയങ്ങി വീഴുന്നു. ഒളിഞ്ഞിരുന്ന് ഫ്രെയിമൊക്കെ സെറ്റാക്കിയ മറ്റേ ആളുകൾ ആ പേയ് പോയതിനു ശേഷം അവളുടെ അടുക്കൽ ചെന്ന് നോക്കിയപ്പോൾ അതിനുശേഷം ആ പെൺകുട്ടി കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് നോക്കൂ. ஏன் திமுங்களா எப்படி அதான் முதல்ல நானும் யோசிக்கிறேன், ஆனா எதுவும் வரமாட்டேன். എങ്ങനെ, ആക്ടിംഗ് പൊളിയല്ലേ? ഇത് ശരിക്കും ആക്ടിംഗ് തന്നെയാ. അവർ ചെയ്തത് സ്ക്രിപ്റ്റഡ് ആണെന്ന് നല്ലോണം അറിയുന്നുണ്ട്. വെറുതെ മാർക്കറ്റിൽ കിട്ടുന്ന ഏതോ ഒരു ലോക്കൽ കോണ്ടാക്ട് ലെൻസിനെ വാങ്ങി കണ്ണിൽ വെച്ച് മനുഷ്യന്മാരെ പറ്റിക്കുന്നു. ഇത് നമ്മളുടെ കണ്ണിൽ കണ്ടത് കൊണ്ട് സത്യം തെളിയിച്ച് പറയേണ്ടത് തന്നെയല്ലേ വേണ്ടിയത്. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇതുപോലെ നിറയെ സത്യങ്ങളെ ഞാൻ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് ചേർക്കാം. ഇതിനു വേണ്ടി നമ്മളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കൂ. എന്നാ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.